ലാലേട്ടന്റെ ഫാൻസിന്റെ ഒരു പ്രശ്നം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. ഫാൻസ് ഇന്നലെ സിനിമ കഴിഞ്ഞിറക്കുമ്പോൾ തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലാലേട്ടനെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. തുടക്കം തൊട്ട് ഇപ്പൊ തന്നെ തുടക്കത്തിൽ പറഞ്ഞാൽ അതങ്ങനെ സ്ലോയിൽ പോകുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറയുന്നത്. അവരുദ്ദേശിക്കുന്ന ഒരു മാസ് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഒരാളെയും ഇവിടെ ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടി ഉള്ളൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല. നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോദ്ധാവിന്റെ യാത്ര ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കഥയുടെ നരേറ്റീവില് യോദ്ധാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കയറാണ്. ഇടവഴിന്ന് കയറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത്. അപ്പോൾ അത് ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ്. അപ്പൊ എന്താണ്, അയാള് ജയിച്ച് അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനാണ്. ബേസിക്കലി അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ, ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് കോഴ്സ് 100 പോകുന്ന ഒരു എൻജിൻ വെച്ച് നമുക്ക് ഓടിക്കാൻ നോക്കരുത്. നമ്മളിവിടെ അംബാസിഡറും എൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത്. അപ്പോൾ അതില് ആദ്യം 20-30 മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ആ ഓഡിയൻസിനെ പരിചയപ്പെടുത്താനായിട്ടാണ്. കാരണം അത് പരിചയമായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കൊടുക്കുക. അപ്പൊ അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട്. അപ്പൊ അതല്ലാതെ നമ്മള് എന്താണ് പടം തുടങ്ങുന്നത് മുതൽ എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല, ഒരിക്കലും അല്ല. അത് ലാലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആയിട്ടാണ് ഞാൻ കേട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് മനസ്സിലുള്ളത്. ഇല്ലാത്ത തരത്തിലുള്ള ജയിക്കാണ് ഇവിടെ കലാകാലത്ത് ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും പല സിനിമ പറയുന്നു. അത് സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥ എങ്ങനെ ബാധിക്കുന്നത്? സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല, അതായത് മനുഷ്യരിൽ നിന്നുള്ള നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. രാവിലെ തുറന്ന നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.